ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ വരെയായി. എൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇതാ തകൃതിയായി നടക്കുന്നുണ്ടേ. നമ്മുടെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഓടി വരുന്ന എന്താ, സദ്യ അല്ലേ? ആ സദ്യയിൽ മെയിനായിട്ടായ സാമ്പാർ, നല്ല തനി നാടൻ സാമ്പാറിനായിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു വിഷമം എന്ന് പറയുന്നത്, നമ്മുടെ സാമ്പാർ പൊടി ഞാൻ കടകളിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു യൂസ് ചെയ്തത്. ബാക്കി എല്ലാ മസാലക്കൂട്ടും എനിക്ക് എൻ്റെ അമ്മ വീട്ടിൽ വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച് തന്നുവിടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സ്പൈസിനെ കുറിച്ച് കേൾക്കുന്നത്. ഇതും ഒരു അമ്മ ഉണ്ടാക്കുന്ന ഒരു സാമ്പാർ പൊടിയാണേ. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്നൊന്ന് ട്രൈ ചെയ്തു. ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ചു, പരിപ്പും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ച് മാറ്റി വെച്ചു. എണ്ണ ചൂടാക്കി അതിലൊരു 4 വെളുത്തുള്ളിയും 2 സ്പൂണ് നമ്മുടെ സ്പൈസിൻ്റെ സാമ്പാർ പൊടിയും ചേർത്ത് നല്ലപോലെ, എന്തൊരു സ്മെല്ലാണെന്നറിയോ. അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോഴേക്കും അടിപൊളി സ്മെല്ലായിരുന്നു. ഞാനിതിൽ വേറെ ഒരു മസാലക്കൂട്ടും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. വെറും സാമ്പാർ പൊടി, സ്പൈസിൻ്റെ 2 സ്പൂൺ സാമ്പാർ പൊടിയും കായത്തിൻ്റെ പൊടിയും ഉപ്പും മാത്രം. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണയിൽ കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ താളിച്ച് ചേർത്ത് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി സാമ്പാറാണ് എനിക്ക് കിട്ടിയത്. ഇവർക്ക് സാമ്പാർ പൊടി മാത്രമല്ല, നല്ല അച്ചാറും ചെമ്മീൻ സമ്മന്തിപ്പൊടിയും ഒക്കെയുണ്ട്. അച്ചാറിൻ്റെ മൂട് തുറന്നപ്പോൾ തന്നെ ആ സ്മെല്ലൊക്കെ അടിച്ചിട്ട് എനിക്ക് നല്ല വായിലിങ്ങനെ കപ്പലൊടിക്കേണ്ട വെള്ളം ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നല്ല സാമ്പാറും അച്ചാറും പപ്പടവും സമ്മന്തിപ്പൊടിയൊക്കെ വയറ് നിറയെ ഉണ്ട്. ഇനി സ്പൈസിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതിയേ.